ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, AC. എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ പ്രത്യേകത? കറണ്ട് യൂണി ഡയറക്ഷനിലല്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് ഉണ്ടായിരിക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഉണ്ടാവും. പോസിറ്റീവ് വോൾട്ടേജസ് ഉണ്ടായിരിക്കും, നെഗറ്റീവ് വോൾട്ടേജസ് ഉണ്ടാവും. അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ AC ജനറേറ്ററിൽ കണ്ടതാണ്. ഒരു AC ജനറേറ്റ് ചെയ്ത EMF ഓരോ ഇൻസ്റ്റന്റിലും വേരി ചെയ്യുന്ന EMF ആണ്. അല്ലെ, ഓരോ ഇൻസ്റ്റന്റിലും അത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് കാണാം. ഇത് കൂടി 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 വന്ന് മാക്സിമം ആവും, കുറഞ്ഞ് 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 സീറോ, നെഗറ്റീവിലേക്ക് ഇൻക്രീസ് ചെയ്ത് മാക്സിമം അല്ലെ സീറോ. ഇങ്ങനെ ഓരോ ഇൻസ്റ്റന്റിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇൻസ്റ്റന്റിന്റെ വോൾട്ടേജ് ഇതാണെങ്കിൽ ഈ ഇൻസ്റ്റന്റിൽ ഇതാണ് അല്ലേ, അടുത്ത ഇൻസ്റ്റന്റിൽ അത് മാറുന്നുണ്ട്. ഓരോ ഇൻസ്റ്റന്റിലും വോൾട്ടേജ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു AC സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? V is equal to V0 sin omega t. ഓക്കെ, ഇനി അതൊരു റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ടിലേക്കാണ് കൊടുക്കുന്നത് വിചാരിക്കുക. AC ജനറേറ്റ് ചെയ്തു, അതിന് നമ്മൾ റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ടിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഈ V is equal to V0 sin omega t എന്ന് പറയുന്ന വോൾട്ടേജ് കൊണ്ട്, അത് AC വോൾട്ടേജ് അല്ലേ ആണ്, സർക്യൂട്ടിലൂടെ ഒരു AC കറണ്ട് ഉണ്ടാവും. I is equal to I0 sin omega t. അല്ലേ, ഇത് നമുക്ക് ഞാൻ പറഞ്ഞ ടേം എന്താണ്? ഓരോ ഇൻസ്റ്റന്റിലും മാറിക്കൊണ്ടിരിക്കുന്ന വോൾട്ടേജ്. ഇവിടുത്തെ ഈ ടൈം എന്ന് പറയുന്ന ടേം അല്ലേ, ടൈമാണ്. അത് ഓരോ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, ഇൻസ്റ്റന്റിലും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ടൈമിന്റെ വാല്യൂ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇവിടെ നമുക്കറിയാം, ഇവിടെ മുതൽ ഇവിടെ 0 സെക്കൻഡ് ആണ്, ഇവിടെ T/4 സെക്കൻഡ് ആണ്, T/2 സെക്കൻഡ് ആയി, പിന്നെ കൂടി 3T/4 സെക്കൻഡ് ആയി, ഇവിടെ ഒരു കംപ്ലീറ്റ് AC ഫോം ചെയ്തിട്ട് T സെക്കൻഡ് ടൈം പീരീഡ് ആയി. അപ്പൊ അതിൽ ഓരോ ഇൻസ്റ്റന്റിലും സമയം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അവിടെ എന്ത് മാറും? ടൈം മാറിയാൽ ആ സർക്യൂട്ടിൽ അപ്പോഴുള്ള വോൾട്ടേജ്, ആ ടൈമിലുള്ള വോൾട്ടേജ് മാറും, ആ ടൈമിലെ കറണ്ട് മാറും അല്ലെ. ഇതിന് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു AC അല്ലേ. അപ്പൊ V എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആണ് അല്ലേ, I എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആണ്. ഇനി നോക്ക്, what is this V0 and I0? V0 എന്ന് പറയുന്നത് പീക്ക് വോൾട്ടേജ് ആണ്, മാക്സിമം വോൾട്ടേജ്. I0 ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പറയാലോ മാക്സിമം കറണ്ട്. I0 is the maximum current അല്ലേ. അപ്പോ V0 പീക്ക് വോൾട്ടേജ് and I0 is the peak voltage maximum, sorry peak current, maximum current അല്ലേ. അപ്പോ രണ്ട് ടേംസ് കൂടെ നമ്മൾ പഠിച്ചു, V0 I0. ACയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിലേക്ക് കൊടുത്ത വോൾട്ടേജ് V is equal to V0 sin omega t ആണെങ്കിൽ അതിലൂടെ ഒഴുകിയ കറന്റ് നമുക്ക് I is equal to I0 sin omega t എന്ന് പറയാം. ഓക്കെ, ഇവിടെയാണ് ഇനി നമുക്കൊരു ചെറിയ പ്രശ്നം വരുന്നത്. അതായത് ഇപ്പൊ സാധാരണ നമ്മൾ DC-നെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഒരു 10 വോൾട്ട് DC അല്ലെങ്കിൽ ഒരു 5 വോൾട്ട് DC ഒക്കെ പറയാൻ വലിയ പ്രയാസമില്ല. അത് തരുന്നത് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്. അത് എത്ര വോൾട്ടേജ് ആണെന്ന് നമ്മളോട് പറഞ്ഞാൽ മതി. പക്ഷേ AC 10 വോൾട്ടേജ് AC, 20 വോൾട്ടേജ് AC, 230 വോൾട്ടേജ് AC എന്നൊക്കെ നമ്മൾ പറയുന്ന ഇൻസ്റ്റന്റ് തന്നെ വോൾട്ടേജ് മാറിയിട്ടുണ്ടാവും, തൊട്ടടുത്ത വോൾട്ടേജ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മളെങ്ങനെ AC എത്ര വോൾട്ടേജിന്റെ AC എന്ന് പറയുമ്പോൾ നമ്മൾ ഹൗസ് ഹോൾഡ് സർക്യൂട്ടിലേക്ക് വരുന്നത് 230 വോൾട്ട് AC എന്നൊക്കെ പറയുന്നത് അൾട്ടർനേറ്റിംഗ് ആണ്. അത് പറയുന്നത് എങ്ങനെയാണ് നമ്മളത് പറയാ? ഓരോ ഇൻസ്റ്റന്റിലും വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കുകയാണ്, കറണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത്ര പ്രത്യേക ഒരു വാല്യൂ ആണ് ആ വോൾട്ടേജ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? AC-ന്റെ കേസിൽ DC പറയുന്ന പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനെ പൊതുവെ നമ്മൾ പറയാൻ നമ്മൾ എടുക്കാറുണ്ട് അതിന്റെ ആവറേജ് വാല്യൂ. ആവറേജ് വാല്യൂ, ആവറേജ് നോക്കാം. എന്താണ് ഒരു AC വോൾട്ടേജിന്റെയും AC കറണ്ടിന്റെയും ആവറേജ് നോക്കാം, ചെക്ക് ചെയ്ത് നോക്ക്. ആവറേജ് വാല്യൂ V average is equal to I average is equal to 0. അതിപ്പോ എന്താ ഇങ്ങനെ V average is equal to I average is equal to 0 വരുന്നത്? ആവറേജ് വോൾട്ടേജും ആവറേജ് കറണ്ടും 0. ഒരു സംശയം വേണ്ട, ഒരു ACക്ക് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്. പോസിറ്റീവിന്റെ ആവറേജും നെഗറ്റീവിന്റെ ആവറേജും കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പൊ ഒരു AC-നെ സംബന്ധിച്ചിടത്തോളം ആവറേജ് വോൾട്ടേജും ആവറേജ് കറണ്ടും ഒന്നും പറയാനില്ല അല്ലേ. ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉള്ള AC, അതിന് ആവറേജ് വോൾട്ടേജും ഇല്ല, ആവറേജ് കറണ്ടും ഇല്ല.
എന്നാല് ഒരു ഫ്രീക്വൻസി ഇല്ലാത്ത ഡി സിക്കോ ആവറേജ് വോൾട്ടേജോ കറണ്ടോ അല്ലെ കറക്റ്റ് ഒരു വാല്യൂ, ആവറേജ് ഒന്നും പറയണ്ട, കറക്റ്റ് ഒരു വാല്യൂ ഉണ്ടാവും. ഇപ്പൊ എ സിനെ കുറിച്ച് പറയാൻ നമുക്ക് അല്ലെ 50 ഹെർട്സ് 230 വോൾട്ട് എന്ന് പറയുമ്പോൾ 50 ഹെർട്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസി ഓക്കെ. എങ്ങനെയാണ് 230 വോൾട്ട് നമ്മൾ പറയുന്നത്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ അല്ല, തൊട്ട് ഇൻസ്റ്റന്റിലും ആവും. ആവറേജ് വാല്യൂ 0 പിന്നെ എന്താ ചെയ്യാം? അപ്പൊ അത് പറയാൻ വേണ്ടി എടുക്കുന്ന ഒരു ടേം ആണ് RMS വാല്യൂ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഇവിടുത്തെ വെച്ചെന്താണെന്ന് അറിയോ? ഇവിടെ നമ്മൾ ആദ്യം ഓരോ ഇൻസ്റ്റന്റിലുള്ള വോൾട്ടേജിനെ എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്യും. അപ്പൊ ഈ പോസിറ്റീവ് വോൾട്ടേജിലും നെഗറ്റീവ് വോൾട്ടേജിലും സ്ക്വയർ പോസിറ്റീവ് ആണ്. എന്നിട്ട് അതിന്റെ ആവറേജ് എടുക്കും അല്ലേ? അതിന്റെ ആവറേജ് എടുക്കും. അപ്പൊ ഈ വോൾട്ടേജ് ഒരു ആവറേജ് സ്ക്വയർ വോൾട്ടേജ് ആയി പോവാം, മീൻ സ്ക്വയർ വോൾട്ടേജ് ആയി പോവാം. ഇനി അതിന്റെ റൂട്ടാണ് വരും. അപ്പൊ റൂട്ട് മീൻ സ്ക്വയർ ആവും. ഏകദേശം ആവറേജിന് അടുത്തുള്ള പോലത്തെ ഒരു വാല്യൂ അല്ലേ? നമുക്കിത് പറയാനൊരു ടേം വേണ്ടേ? അങ്ങനെ നമ്മൾ എ സിനെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന അല്ലേ വാല്യൂ ആണ് അതിന്റെ RMS വാല്യൂ. എങ്ങനെയാ കാണുന്നത് ഞാൻ പറഞ്ഞു. ഓരോ ഇൻസ്റ്റന്റിലുള്ള വോൾട്ടേജിനെ നമ്മളൊന്ന് സ്ക്വയർ ചെയ്യും. അപ്പൊ എല്ലാ വാല്യൂസും പോസിറ്റീവ് ആവും. പ്ലസിന്റെ നെഗറ്റീവിന്റെ വോൾട്ടേജിന്റെ ഒക്കെ സ്ക്വയേഴ്സ് പോസിറ്റീവ് ആവും. അതിന്റെ ടോട്ടൽ ഒരു ഫുൾ എ സി സൈക്കിളിന് അതിന്റെ എല്ലാ വോൾട്ടേജും സം ചെയ്ത്, വോൾട്ടേജ് അല്ല വോൾട്ടേജ് സ്ക്വയറും സം ചെയ്ത് ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ മീൻ സ്ക്വയർ വാല്യൂ കിട്ടും. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ RMS വാല്യൂ കിട്ടും അല്ലേ? ആ RMS വാല്യൂ പീക്ക് വാല്യൂ തമ്മിലുള്ള റിലേഷൻ ആണ് എന്താണ്? VRMS എന്ന് പറയുന്നത് V0/√2 ഉണ്ടാവും. അതുപോലെ IRMS എന്ന് പറയുന്നത് I0/√2 ഉണ്ടാവും. അപ്പൊ 230 വോൾട്ട് എന്ന് പറയുന്നത് അതിന്റെ RMS വാല്യൂ ആണ്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് 230 വോൾട്ട് RMS വാല്യൂ ഉള്ള എ സി ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ പീക്ക് വാല്യൂ പിന്നെയും റൂട്ട് കൊണ്ട് കുടിച്ചാൽ കിട്ടുന്ന സാധനം അല്ലെ? 310 315 അടുത്തേക്ക് പോകും. അപ്പൊ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യോ? 230 വോൾട്ട് എ സി എന്ന് വിചാരിച്ച് നമ്മൾ അതിനോട് കളിക്കാൻ ചെന്നാൽ അതിൽ നിന്ന് 310 315 വരെ വരാം. എ സി ഡി സിയേക്കാൾ ഡേഞ്ചറസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എ സിയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഒരു എ സി സർക്യൂട്ടിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ എ സി സർക്യൂട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ചെറിയ 2-3 കാര്യങ്ങളോട് പറയണം. ഏത് എ സി സർക്യൂട്ട് നമ്മൾ വരയ്ക്കുമ്പോഴും അതിലൊരു ഫേസർ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ അതിന്റെ കറണ്ട് വോൾട്ടേജും തമ്മിലുള്ള ഫേസ് റിലേഷൻ റെപ്രസെന്റ് ചെയ്യാറ്. അതായത് ആരാ മുന്നേ ആരാ പിന്നെ എന്നൊക്കെ പറയില്ലേ, ഫേസ് റിലേഷൻ. ആ ഒരു ഫേസ് റിലേഷൻ കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയഗ്രമാണ് ഫേസർ ഡയഗ്രാം. എന്താണ് ഫേസർ? ഫേസർ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ആണ്. വോൾട്ടേജിന്റെ ഫേസർ എന്ന് പറഞ്ഞാൽ ആ നമ്മൾ കൊടുക്കുന്ന എ സി സർക്യൂട്ടിലെ എ സി വോൾട്ടേജിനെ കാണിക്കാൻ നമ്മളൊരു വെക്ടർ വരയ്ക്കും. അതേപോലെ അല്ലെ? ഇപ്പൊ V = V0 sin ωt. ഈ ആംഗിൾ ആണ് ωt. ആംഗിൾ ആണ് ωt. അപ്പൊ ഇത് ഒരു വെക്ടർ അല്ലേ? വോൾട്ടേജ് വെക്ടർ എന്നല്ല പറഞ്ഞത്. വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു വെക്ടർ ഉപയോഗിക്കും. അതാണ് വോൾട്ടേജിന്റെ ഫേസർ. സോ ഇതൊരു വോൾട്ടേജിന്റെ ഫേസർ ആണ്. ഈ ആംഗിൾ ωt. ഇനി കറണ്ടിന്റെ ഫേസർ നമ്മൾ എങ്ങനെ വരയ്ക്കാം? കറണ്ട് സെയിം ഫേസിലാണ് വോൾട്ടേജിനോട്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോ കറണ്ട് വോൾട്ടേജും അല്ലെ റെസിസ്റ്റൻസ് സർക്യൂട്ടിലും ഒരേ ഫേസിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ വോൾട്ടേജിന്റെ അതേ ലൈനിൽ നമ്മളൊരു വെക്ടറും കൂടെ വരച്ചാൽ മതി. ആ വെക്ടറിന്റെ കറണ്ടിന്റെ ഫേസർ വിളിക്കാം അല്ലേ? പക്ഷേ ഈ എല്ലാ എ സി സർക്യൂട്ട്സിലും വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലേക്കുള്ളൊന്നുമില്ല. ചിലപ്പോൾ അത് കുറച്ച് ആംഗിൾ മുന്നിലായിരിക്കാം, കുറച്ച് ആംഗിൾ പിന്നിലായിരിക്കാം. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? വോൾട്ടേജിനെ അപേക്ഷിച്ച്, വോൾട്ടേജിന്റെ ഫേസറിനെ അപേക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ നോക്ക്, ഞാൻ എത്ര ആംഗിളിലൂടെ റൊട്ടേറ്റ് ചെയ്തു? 5 ആംഗിളിലൂടെ റൊട്ടേറ്റ് ചെയ്തു അല്ലേ? അപ്പൊ എന്നിട്ട് എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒരു കറണ്ടിന്റെ വെക്ടറിനെ വരയ്ക്കാം. അതിനെ ഞാൻ കറണ്ടിന്റെ ഫേസർ എന്ന് വിളിക്കും. പക്ഷെ അത് വോൾട്ടേജിനേക്കാൾ 5 ഫേസ് ലീഡ് ചെയ്യുന്നു. അത് കാണിക്കാൻ ഞാൻ ഇതിനെങ്ങനെ എഴുതണം? I = I0 sin ωt പോരാ, +5 വേണം. ക്ലിയർ അല്ലേ? ഇനി അത് +π/2 ഏതെങ്കിലോ ഇങ്ങോട്ടാണോ ഫേസർ വരിക? ഇല്ല, ഇതിൽ നിന്ന് ഞാൻ 90 ഡിഗ്രി ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് ഇവിടെ കറണ്ടിന്റെ ഫേസർ വരയ്ക്കാം. ക്ലിയർ അല്ലേ? ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാവുന്ന ഒരു സാധനമാണ് ഫേസർ ഡയഗ്രാം. അപ്പൊ എ സി സർക്യൂട്ട്സിന്റെ ബേസിക് കൺസെപ്റ്റുകൾ ക്ലിയർ ആയോ?